3 phase വേണ്ട, സിംഗിൾ ഫേസ് മതി, വെറുതെ സ്ലാബ് മാറ്റണ്ടല്ലോ, കറണ്ട് ബില്ല് ഒത്തിരിയാകും എന്നിങ്ങനെ ഒട്ടനവധി പേര് എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. പുതിയ വീടെടുക്കുമ്പോഴാകാം, വീട്ടിൽ പുതിയ ലോഡുകൾ കയറ്റുമ്പോഴാകാം, ഒട്ടനവധി പേർ 3 ഫേസിലേക്ക് മാറാൻ അല്ലെ 3 ഫേസ് കണക്ഷൻ എടുക്കാൻ കറണ്ട് ബില്ല് അധികമാകും എന്ന് പേടിച്ചുകൊണ്ട് എടുക്കാറില്ല. കുറച്ച് ലോഡൊക്കെ കുറച്ച് കാണിച്ച് സിംഗിൾ ഫേസ് കണക്ഷൻ എടുക്കും. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? 3 ഫേസ് കണക്ഷൻ എടുക്കുമ്പോൾ എനർജി ചാർജിൽ എന്തെങ്കിലും കൂടുതലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ലാബിലാണോ ഉൾപ്പെടുന്നത്? ഇതിന്റെ സത്യാവസ്ഥയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിനെക്കാട്ടും മുന്നേ പുതിയ വീടുകളോ ബിൽഡിങ്ങുകളോ കൺസ്ട്രക്ട് ചെയ്യുന്നവർക്ക് ഇലക്ട്രിക്കൽ ഡിസൈനോ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു അവർ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഫേസ് സപ്ലൈയിലും സിംഗിൾ ഫേസ് സപ്ലൈയും വീടുകളിൽ എടുക്കുമ്പോൾ നമുക്ക് എനർജി ചാർജിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ ബില്ല് അടയ്ക്കുമ്പോൾ കൂടുതൽ ബില്ല് അടയ്ക്കേണ്ടി വരുമോ 3 ഫേസ് കണക്ഷൻ എടുത്താൽ എന്നീ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴാണ് 3 ഫേസ് കണക്ഷൻ എടുക്കേണ്ടതെന്ന്. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി വിളിച്ച് പറയുന്നില്ല. എന്നാലും 5 കിലോ വാട്ട് ലോഡിൽ കൂടുതൽ ഒരു വീട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ഫേസ് കണക്ഷൻ എടുക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 5 കിലോ വാട്ട് ലോഡിൽ കൂടുതൽ കണക്ട് ചെയ്ത ഒരാൾ കുറച്ച് ലോഡ് കുറച്ച് കാണിച്ചുകൊണ്ട് സിംഗിൾ ഫേസ് ലൈൻ എടുക്കുമ്പോൾ എന്തെങ്കിലും ലാഭമുണ്ടോ കറണ്ട് ബില്ലിൽ? ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് LT ഡൊമസ്റ്റിക്കിലെ, അതായത് ലോ ടെൻഷൻ ഡൊമസ്റ്റിക്കിലെ താരിഫാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എനർജി ബിൽ താരിഫിൽ 2 പാർട്ട് ഉണ്ട്, ഫിക്സഡ് ചാർജും എനർജി ചാർജും. ഇതിൻ്റെ അകത്ത് സിംഗിൾ ഫേസ് കണക്ഷനും 3 ഫേസ് കണക്ഷനും എനർജി ചാർജ് സെയിം ആണ്. അതുകൊണ്ട് 3 ഫേസ് കണക്ഷൻ എടുത്താലും സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്താലും എനർജി ചാർജിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ ഒരു ഇലക്ട്രിക്കൽ ബില്ലിൽ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐബോക്സിലും കൊടുക്കാം. എന്നാലും ചുരുക്കി ഇവിടെ പറയാം, ഒരു എനർജി ബില്ലിൽ എനർജി ചാർജ് മാത്രമല്ല നമ്മൾ പേ ചെയ്യുന്നത്, ഒരു ഫിക്സഡ് ചാർജ് ഉണ്ടാവും, ഡ്യൂട്ടി ഉണ്ടാവും, അതുകൂടാതെ തന്നെ മീറ്ററിൻ്റെ വാടകയും മറ്റു പല ചെറിയ ചെറിയ ഘടകങ്ങളുണ്ട്. പക്ഷേ പ്രധാനമായിട്ടുള്ള ഒരു പൈസ എന്ന് പറഞ്ഞാൽ എനർജി ചാർജ് ആണ്. 3 ഫേസ് കണക്ഷനോ സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്താലോ എനർജി ചാർജിൽ മാറ്റം വരുന്നില്ല. മാറ്റം വരുന്നത് ഫിക്സഡ് ചാർജിലും മീറ്ററിൻ്റെ വാടകയിലും മറ്റുമാണ്. അത് നമുക്ക് നോക്കാം. ഒരു ശരാശരി 5 കിലോ വാട്ട് മുകളിൽ കണക്റ്റഡ് ലോഡുള്ള ഒരു വീട്ടിൽ നോർമലായിട്ട് ഒരു 150 മുതൽ 250 വരെയായിരിക്കും ശരാശരി മന്ത്ലി കൺസപ്ഷൻ. അങ്ങനെ ഉപയോഗിച്ചാൽ 150 മുതൽ 200 വരെയാണ് ഒരു യൂസേജ് എങ്കിൽ 70 രൂപയും സിംഗിൾ ഫേസിൽ, 3 ഫേസിൽ 100 രൂപ. 201 മുതൽ 250 യൂണിറ്റ് ആണ് പ്രതിമാസം യൂസേജ് എങ്കിൽ സിംഗിൾ ഫേസ് ആണെങ്കിൽ 80 രൂപയും 3 ഫേസ് ആണെങ്കിൽ 100 രൂപയുമാണ് ഫിക്സഡ് ചാർജ്. അതായത് ഇത്തരം യൂണിറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രതിമാസം ആകെ വ്യത്യാസം വരുന്നത് 30 രൂപയോ അല്ലെങ്കിൽ 20 രൂപയോ ആണ്. കൂടുതൽ യൂസ് ചെയ്യുന്നവർക്ക് 3 ഫേസ് ആയാലും സിംഗിൾ ഫേസ് ആയാലും ഫിക്സഡ് ചാർജ് സെയിം ആണ്. അതായത് 350 യൂണിറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് സിംഗിൾ ഫേസിലായാലും 3 ഫേസിലായാലും ഫിക്സഡ് ചാർജ് സെയിം ആണ്. 5 കിലോ വാട്ടിൽ കൂടുതൽ കണക്റ്റഡ് ലോഡ് ഉള്ള ആൾക്ക് സിംഗിൾ ഫേസിൽ നിന്ന് 3 ഫേസിലേക്ക് കണക്ഷൻ എടുത്താൽ 2 മാസത്തെ ഒരു ബില്ലിൽ മാറ്റം വരുന്നത് 60 രൂപയോ മാക്സിമം 100 രൂപയാവാം ഉപയോഗം കുറവുള്ളവർക്ക്. ഇതാണ് ആകെ വരുന്ന മാറ്റം. പിന്നെ മീറ്റർ വാടകയിലും ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഒരു 3 ഫേസ് കണക്ഷൻ എടുക്കുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചെറിയ പൈസയുടെ ലാഭം വിചാരിച്ച് 3 ഫേസ് കണക്ഷൻ എടുക്കാതിരിക്കരുത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് സിംഗിൾ ഫേസ് എടുത്താലുള്ള ദോഷം വലിയ ലോഡിൽ, അതേപോലെ തന്നെ 3 ഫേസ് എടുത്തിട്ടില്ലെങ്കിൽ വരുന്ന നഷ്ടം എന്തൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, 5 കിലോ വാട്ടിൽ കൂടുതൽ കണക്റ്റഡ് ലോഡ് ഉള്ള നമുക്ക് ഇപ്പോൾ സിംഗിൾ ഫേസ് കണക്ഷൻ ആണെങ്കിൽ കൂടുതൽ ലോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിലുള്ള വോൾട്ടേജ് വളരെ കുറയാനുള്ള സാധ്യത, അതുവഴി എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യാതെ ഇരിക്കാനുള്ള ഒരു സാധ്യത. ഇത് പ്രത്യേകിച്ചും കാണുന്നത് AC പോലുള്ള ഹെവി ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ എക്യുപ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഇത്തരം വോൾട്ടേജ് ഡ്രോപ്പുകൾ സാധാരണയായിട്ട് കാണാറ്. ഇപ്പോൾ സിംഗിൾ ഫേസിൽ കൂടുതൽ കണക്റ്റഡ് ലോഡ് ഉണ്ടെങ്കിൽ അബദ്ധവശാൽ നമ്മൾ ഇതിൽ ഭൂരിഭാഗം ലോഡും ഓൺ ചെയ്ത ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ഫ്യൂസ് ബേൺ ആവാനും അതേപോലെ കണക്റ്റഡ് കേബിൾ ബേൺ ആവാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ ലോഡുള്ള സ്ഥലത്ത് തീർച്ചയായും 3 ഫേസിലേക്ക് മാറുക തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ഇൻ കേസ് നിങ്ങൾക്ക് 3 ഫേസ് കണക്ഷൻ ആണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ലോഡുകൾ ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ലോഡ് ഒരുമിച്ച് ഓൺ ചെയ്താലും വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുന്നില്ല. അഥവാ ഒരു ലൈനിൽ വോൾട്ടേജ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഫേസ് സെലക്ടർ സ്വിച്ച് ഉണ്ടെങ്കിൽ ഫേസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇതിലുപരി
ആസ് പെർ കേരള സപ്ലൈ കോഡ് റൂള് പ്രകാരം നമുക്ക് 5 കിലോ വാട്ട് ലോഡ് ഉണ്ടെങ്കിൽ 3 ഫേസ് കണക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശരിക്കും 3 ഫേസും സിംഗിൾ ഫേസും തമ്മിൽ മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 100 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ ശരിക്കും അങ്ങനെയല്ല. നിങ്ങൾ ഇനീഷ്യൽ ചാർജ് അഥവാ ഒരു DB നിങ്ങൾ 3 ഫേസ് DB ഇടുന്നതും സിംഗിൾ ഫേസ് DB ഇടുന്നതും തമ്മിൽ കുറച്ച് പൈസയുടെ വ്യത്യാസമുണ്ട്, സത്യമാണ്. പക്ഷേ ഇതൊരു വൺ ടൈം പേയ്മെൻ്റ് ആണ്. നിങ്ങൾ പുതിയൊരു വീട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു വൺ ടൈം പേയ്മെൻ്റ് ആണ്. ഇത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ ലോഡ് മനഃപൂർവ്വം കുറച്ച് കാണിച്ചിട്ട് കൊടുക്കുമ്പോൾ അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കാരണവശാലും ഈ ലോഡ് കൂട്ടുമ്പോൾ നിങ്ങൾ DB മാറ്റി വെക്കേണ്ടതിനും വലിയ പൈസ ചിലവ് വരും. ഇനീഷ്യൽ ചെറിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഭാവിയിൽ ലോഡ് കൂട്ടി വെക്കുമ്പോൾ സിംഗിൾ ഫേസിന് 3 ഫേസ് ആക്കണമെങ്കിൽ ഒരുപാട് അധികം ചിലവുകൾ അതിനകത്ത് വരും. അപ്പോൾ പുതിയ വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും അനുയോജ്യം ഇപ്പോൾ അത്യാവശ്യം 5 കിലോ വാട്ടിന് മുകളിൽ ലോഡ് ഉണ്ടെങ്കിൽ 3 ഫേസിലേക്ക് പോകുക തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇൻ കേസ് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് 3 ഫേസ് ലോഡ് വരുന്നില്ല എന്ന് വെക്കുക, അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് നിങ്ങൾ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇപ്പോൾ തൽക്കാലം ലോഡുകൾ കുറച്ച് വയ്ക്കുക. കൂടുതൽ റൂമിലേക്കുള്ള AC-കളും മറ്റും വെക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് ലൈനുകൾ ഇട്ട് വയ്ക്കുക. എന്നിട്ട് 3 ഫേസ് DB ഇൻസ്റ്റാൾ ചെയ്യുക. 3 ഫേസ് കണക്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഈസി ആയിട്ട് 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് 3 ഫേസ് സിസ്റ്റത്തിലും സിംഗിൾ ഫേസ് സിസ്റ്റത്തിലും എന്തൊക്കെ കോസ്റ്റുകളാണ് അധികം വരുന്നത്, ഏതൊക്കെ പാർട്സ് ആണ് അധികം വരുന്നത് എന്ന് റഫായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ. ഇപ്പോൾ 3 ഫേസ് DB ഉള്ള ഒരു വീടിൻ്റെയും സിംഗിൾ ഫേസ് DB ഉള്ള ഒരു വീടിൻ്റെയും സ്കീമാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കാണാം. 3 ഫേസിൽ ഒരുപാട് സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. വലിയ DB ആണ്, ഫേസ് ഇലക്ട്രിക് സ്വിച്ച്, അതേപോലെ തന്നെ 3 ഫേസ് ആണ്, RCCBയും SPD പോലുള്ള സാധനങ്ങൾ. ഇങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു 10,000 മുതൽ ഒരു 20,000 രൂപ വരെ മൊത്തം കോസ്റ്റിൽ മാറ്റം വരും. ഇത് സത്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ സിംഗിൾ ഫേസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ദയവായി ലോഡും അതേപോലെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്കൊരു ഐഡിയക്ക് വേണ്ടി 3 ഫേസ് വീടും സിംഗിൾ ഫേസ് വീടിലും ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പാർട്സ് വ്യത്യാസമുള്ളത്, എന്തൊക്കെ കൊണ്ടാണ് കോസ്റ്റുകളിൽ 10,000 മുതൽ 20,000 രൂപ വരെ വ്യത്യാസം വരുന്നത്. ആദ്യം തന്നെ നോക്കുക DB തന്നെയാണ്. 3 ഫേസ് വീടുകളിൽ 3 ഫേസ് DB വേണം. ഫേസ് ഇലക്ട്രിക് സ്വിച്ചൊക്കെയുള്ള വലിയ DB തന്നെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ സിംഗിൾ ഫേസ് വീടുകളാണ് മാക്സിമം ഒരു 20 DB ഒക്കെ ഇട്ട ഇഷ്ടംപോലെ സ്ഥലമായി. അല്ലെങ്കിൽ ചെറിയ വീടൊക്കെയാണെങ്കിൽ അതിലും ചെറിയ DB ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ മീറ്റർ ആണെങ്കിൽ 3 ഫേസ് മീറ്റർ ആയിരിക്കും 3 ഫേസ് വീടുകളിൽ. സിംഗിൾ ഫേസ് വീടുകളിൽ സിംഗിൾ ഫേസ് DB ആയിരിക്കും. 3 ഫേസിൽ RCCB 3 ഫേസ് വേണം. അതേപോലെ SPD 3 ഫേസ് വേണം. ഐസൊലേറ്റർ 4 പോൾ ഐസൊലേറ്റർ വേണം. പിന്നെ SDF ആവട്ടെ, മെയിൻ സ്വിച്ച് നമുക്ക് 4 പോൾ SDF വേണം. ഇതേ കണക്കിന് സിംഗിൾ ഫേസ് ആകുമ്പോൾ RCCB സിംഗിൾ ഫേസ് RCCB മതി, ഐസൊലേറ്റർ 2 പോൾ മതി. അതേപോലെ SDF ആയാലും SPD ആയാലും നമുക്ക് സിംഗിൾ ഫേസിൻ്റെ യൂണിറ്റ് മതിയായതുകൊണ്ട് തന്നെ കോസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് കൂടാതെ തന്നെ വയറുകൾ വലിക്കുമ്പോഴും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഒരിക്കലും എല്ലാ വീട്ടിലും 3 ഫേസ് വേണം എന്നല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാം. നിങ്ങളുടെ ലോഡ് 5 കിലോ വാട്ടിന് മുകളിലാണെങ്കിൽ ഏറ്റവും ബെറ്റർ 3 ഫേസിലേക്ക് പോകുന്നതാണ്. വെറുതെ ലോഡ് കുറച്ച് കാണിച്ച് സിംഗിൾ ഫേസ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലോഡ് കൂടുതലായിരിക്കും എപ്പോഴും. നിങ്ങൾ വിചാരിക്കും ഞാൻ ഡിസൈൻ ചെയ്യുന്ന എല്ലാ വീടും 3 ഫേസ് ആയിരിക്കും, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ചെറിയ സിംഗിൾ ഫ്ലോർ വീടാണ്, AC ഒക്കെ ഉള്ള. അതിൽ നമുക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ 5000-ൽ താഴെയാണ് ലോഡ് വരുന്നത്. AC ഉള്ള വീടാണ്. പക്ഷേ ഏറ്റവും അതിൻ്റെ അകത്ത് വരുന്നത് സോളാർ വാട്ടർ ഹീറ്റർ വെക്കുന്നതുകൊണ്ട് അവിടെ ഹീറ്ററിൻ്റെ ലോഡ് വരാത്തതുകൊണ്ടും നമുക്ക് സിംഗിൾ ഫേസിൽ വയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ആ ലോഡിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. അതായത് ലോഡ് കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്താലും 3 ഫേസിലേക്ക് പോവുക. ലോഡ് 5 കിലോ വാട്ടിൽ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ മാത്രം സിംഗിൾ ഫേസ് കണക്ഷൻ എടുക്കുക. ഹോപ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. പുതിയ വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിൻ്റെ ആവശ്യമുണ്ട്, ഇലക്ട്രിക്കൽ ഡ്രോയിങ്സോ ഡിസൈൻസോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിൽ പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസ് ആകും,
പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.